സ്വന്തം ഫാമിലി തന്നെ അവിടെ നിന്നിട്ട് നീ കറുത്തിരിക്കല്ലേ, നീ എവിടെ പോവാൻ, നിനക്ക് ഇതൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ ഉള്ള ഒരു മെന്റൽ ഡിപ്രഷൻ, സാധാരണക്കാര് സാധാരണമായിട്ട് പറയുന്ന ഓരോരോ കമന്റ്സ് ഇല്ലേ, അതായിരുന്നു എന്നെ കൂടുതലും വിഷമിപ്പിച്ചത്. മുക്കുവത്തി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ഈ കമന്റ്സ്, നമ്മളുടെ ബോഡിയെ പറ്റി പറയുന്ന കമന്റ്സ് എത്രമാത്രം എന്നെ എഫക്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് കുറെ കഴിഞ്ഞിട്ടാ മനസ്സിലായത്. ബോഡി ഷേമിംഗ് ആൻഡ് ബ്രേക്കിംഗ് ദി സ്റ്റീരിയോ ടൈപ്സ്. ഞാൻ അവിടെ നിൽക്കുന്നത് അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടായിരിക്കും. എന്റെ കോളേജിൽ ഉണ്ടായിരുന്ന ബോയ്സ് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് നീ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ, യു വർ നെവർ ഹോട്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട്. ഞാൻ വിചാരിച്ചു എന്റെ ദൈവമേ. ഇപ്പോഴും ഞാൻ ചില പോസ്റ്റ് ഒക്കെ കാണുമ്പോ ഫെയർ സ്കിൻ നീഡഡ്, നോട്ട് മാരീഡ്, ഏജ് റെസ്ട്രിക്ഷൻ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഒക്കെ കാണുന്നത്. ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എന്റെ ഷോൾഡേഴ്സ് ഒക്കെ ഇങ്ങനെ ആവും. ലൈക്ക് കോൺസ്റ്റന്റ്ലി ഞാൻ ആലോചിക്കണം അവരെന്താ പറയണേ, ഇവരെന്താ പറയണേ, അങ്ങനെ ആലോചിച്ചിട്ട് നാട്ടിലേക്ക് വരുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കും എന്റെ ബ്രോഡ് ഷോൾഡർ, ലൈക്ക് ഐ എം ലുക്കിംഗ് സ്ട്രെയിറ്റ്, ഐ എം ഫേസിങ് പീപ്പിൾ, അങ്ങനെയൊക്കെ വെച്ച് എന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, കോൺഫിഡൻസ് എല്ലാമേ മാറുവാണ്. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ വ്യക്തിയാണ്. അടുത്തിടെ വാർത്തകളിലെല്ലാം നിറഞ്ഞിരുന്നു. നിറത്തിന്റെ പേരിൽ എത്രത്തോളം ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ബോഡി ഷേമിങ് നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ നമ്മൾ പറയും നടത്തരുത്, നടത്തിയാൽ ഇന്നതാണ് പ്രശ്നങ്ങൾ നമ്മൾ പറയുമെങ്കിലും ആൾക്ക് എത്രത്തോളം അത് ബോധം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. അതിനെല്ലാം അതിജീവിച്ച് ഒരു മിസ്സസ് ഇന്ത്യ മത്സരത്തില് എത്തിപ്പെട്ടിരിക്കുകയാണ്. നിമ്മിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിമ്മിക്ക് കുറെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാണ്ട്. ഹായ് നിമ്മി. ഹായ് ശ്രേണ്യ. ഫസ്റ്റ് തന്നെ പറയട്ടെ, നിമ്മിയുടെ ചിരിയാണ് നല്ല രസമുണ്ട്. താങ്ക് യു. നോണക്കുഴിയും ഒരു പ്രശ്നമായിരുന്നു. നിമ്മിയെ കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞത് ഭയങ്കര ഇഷ്യൂസ് ഉള്ള ആളാണെന്നാണല്ലോ. എന്തൊക്കെയാണ് നിമ്മി വിശേഷങ്ങൾ പറ. ഭയങ്കര ഇഷ്യൂസ് ഇപ്പൊ ഇല്ല, ഉണ്ടായിരുന്നു. നിമ്മിയെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ നമുക്ക്? ഇപ്പൊ ഏത് മത്സരത്തിനാണ് പോയിരിക്കുന്നതെന്ന്? ഷുവർ. സോ എന്റെ പേര് ഞാൻ പറഞ്ഞ പോലെ നിമി വിയേഗേഴ്സ്. ഞാൻ ചെറായി നിന്നാണ്. ചെറായി തന്നെയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. അൻറ്റിൽ ഗ്രാജുവേഷൻ വരെ അവിടെയാണ് പഠിച്ചത്. പിന്നെ ദെൻ കോയമ്പത്തൂരേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ലക്ക് പോലെ വന്ന് ലൈക്ക് ഞാൻ IT കമ്പനീസിലോട്ട് കടന്നു. അങ്ങനെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കിട്ടി. അങ്ങനെ നല്ല എന്റെ പെർസ്പെക്റ്റീവ് ഒക്കെ മാറി മാറി വന്നത് പുറത്തേക്കൊക്കെ പോയി ലോകമൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ്. ജസ്റ്റ് നമ്മളുടെ ആ നാട്ടിൽ നിന്നുള്ള ഒരു കൺസർവേറ്റീവ് വ്യൂ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് സൊസൈറ്റിയൽ ബ്യൂട്ടി ഇല്ലേ, അതിലൊന്നും പെടാത്ത ആളായിരുന്നു ഞാന്. അപ്പൊ അത് അത് പുറത്തേക്ക് വന്നപ്പോഴാണ് അതൊക്കെ ഒരു നോർമലൈസ് ചെയ്തിട്ട് അതൊക്കെ ഓക്കെ, എവ്രി വൺ ഹാസ്, എല്ലാവർക്കും അവരുടേതായ ഒരു ബ്യൂട്ടി ഒക്കെ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ വന്നത് പുറത്തേക്ക് പോയി നമ്മള് വേറെ ആൾക്കാരെയും ലോകമൊക്കെ കണ്ടപ്പോഴാണ്. സോ മത്സരത്തിനാണ് ഇപ്പൊ പോയിരിക്കുന്നത്? മത്സരം എന്ന് പറയുന്നത് മിസസ് ഇന്ത്യ വേൾഡ് വൈഡ് ഇതാണ്. ഞാനിതില് അപ്ലൈ ചെയ്ത് മിസസ് ഇന്ത്യ ആണ്. മാരീഡ് വിമൻ അല്ലേ. എല്ലായിടവും ബേസ് ആയിരിക്കുന്ന ഇന്ത്യൻസ് റൂട്ട് ആയിരിക്കണം എന്നാണ് ഇതിന്റെ ഒരു കണ്ടീഷൻ. ഇന്ത്യൻസ് തന്നെ ആയിരിക്കണം എന്നൊരു ഇതുണ്ട്. വേൾഡ് വൈഡ് ആണ്. അപ്പൊ എല്ലാ കൺട്രീസിൽ നിന്നുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. US, കാനഡ, നെതർലാൻഡ്സ്, വേർ ഐ എം ബേസ്, അങ്ങനെയുണ്ട് എല്ലാം. അപ്പൊ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തു, ഒരു രസത്തിന് അപ്ലൈ ചെയ്തു എന്ന് പറയാം. വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായില്ല. ബട്ട് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു, ദെൻ അവരുടെ ഗ്രൂമിംഗ് സെഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുന്നു. നിമ്മി ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞു ഭയങ്കര രസമായിട്ട്. ഞാൻ എവിടെയാണ് ഞാൻ ജനിച്ചത്, ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം. പക്ഷെ നിമ്മിയുടെ ഏജ് എനിക്കറിയില്ല. നിമ്മി ഈ ഏജിൽ ക്യാരി ചെയ്ത കുറെ ഇമോഷൻസ്, നമ്മളെ പുറകോട്ട് വലിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് നിമ്മി പറഞ്ഞ പോലെ ഫസ്റ്റ് ഓഫ് ഓൾ കേരളം ഉൾപ്പെടെ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിറം ഒരു വലിയ പ്രശ്നമാണ്. നിമ്മിയുടെ ഇന്റർവ്യൂ വായിച്ചിട്ട് കറുത്ത കുട്ടി പ്ലസ് അല്ലെങ്കിൽ നിറം കുറവ്, കറുപ്പെന്ന് ഞാൻ പറയില്ല, നിറം കുറവ്, പൊക്കം വണ്ണം വെക്കുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വന്ന സ്ഥലം, അതായത് നിങ്ങൾ എവിടെയാണ് ജനിച്ചത് എന്നുള്ളത് അഡ്രസ് ചെയ്യപ്പെട്ട. കാരണം മുക്കുവത്തി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. സോ ഞാൻ ജനിച്ചെന്ന് വെച്ചാൽ ലൈക്ക് ഫാമിലി ഒക്കെ റിയലി ഗുഡ് ലവിങ് ഫാമിലി. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണക്കാര് സാധാരണമായിട്ട് പറയുന്ന ഓരോരോ കമന്റ്സ് ഇല്ലേ, അതായിരുന്നു എന്നെ കൂടുതലും വിഷമിപ്പിച്ചത്. ബട്ട് എന്റെ വീട്ടിലാണെങ്കിൽ ലൈക്ക് അമ്മയ്ക്കും ചേച്ചിക്കും നല്ല കളറുണ്ട്. അപ്പൊ ഐ ഗെറ്റ് ലൈക്ക് കോൺസ്റ്റന്റ്ലി നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും നമ്മള്. അല്ലെങ്കിൽ ഇപ്പൊ സാധാരണയായിട്ട് ഒരു കുട്ടി ജനിച്ചാൽ തന്നെ നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്നത് കറുത്താണോ വെളുത്താണോ എന്നുള്ള ഒരു, അത് ഇന്നസെന്റ് കമന്റ് അല്ലേ നമ്മൾ പറയുന്നേ. പക്ഷെ അത്
എത്രമാത്രം ആ കേട്ട് നിൽക്കുന്ന കുട്ടീനെ എഫക്ട് ചെയ്യുന്നു നമ്മൾ തന്നെ ചിന്തിക്കാറില്ല. എനിക്കും അറിയില്ലായിരുന്നു ആ സമയത്ത്. സോ എന്റെ കോൺഫിഡൻസ് ഒക്കെ ഭയങ്കര കുറവാണെന്ന് ഞാൻ അറിഞ്ഞത് തന്നെ കുറെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതായിരുന്നു ആ സമയത്ത് നമ്മളൊരു എനിക്ക് മാരേജസിന് പോവാൻ ഇഷ്ടമില്ല, ലൈക്ക് സ്കൂളിലെ ഫങ്ഷൻസിന് പോവാൻ അത്ര വലിയ ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ എല്ലാം ഇതൊട്ട് ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിവാകുമായിരുന്നു. സി ബിക്കോസ് എനിക്ക് അവിടെ പോയിട്ട് ഒരു 10 പേരെ കണ്ട് ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ബിക്കോസ് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഓക്കെ എന്നെ കാണാൻ കൊള്ളൂല, ഞാൻ കറുത്തിരിക്കുവാണ്, മെലിഞ്ഞിരിക്കുവാണ്. മെലിഞ്ഞെന്ന് വെച്ചാൽ ശരിക്കും മെലിഞ്ഞിരിക്കുവാണ്. ഇപ്പൊ ഇത്രയെങ്കിലും ഓക്കെ നല്ല പണ്ടൊക്കെ ആൾക്കാര് കളിയാക്കും, സ്കെയിൽ എന്ന് പറഞ്ഞ് കളിയാക്കും. കിട്ടിയിട്ടുണ്ടോ അങ്ങനത്തെ തോട്ടീന്ന് കളിയാക്കും? വിളിക്കുമായിരുന്നു, എന്നെ തോട്ടീന്ന് വിളിക്കുമായിരുന്നു. ബിക്കോസ് ഐ വാസ് ഓൾസോ ടോൾ. ഞാൻ ടോൾ ആയിരുന്നു, അപ്പൊ സ്കിന്നി ആയിരുന്നു. അപ്പൊ നിന്നെന്താ മറ്റേ എന്താ പറയൂല നമ്മളെ മാങ്ങ പറിക്കാൻ കൊണ്ടുപോകും. മാങ്ങ പറിക്ക, കമ്പിൽ കെട്ടിയിട്ട് മാങ്ങ പറിക്ക, അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് കേട്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കും ആ പൊക്കത്തിന്റെ കമന്റ്സ് ഒന്നും എനിക്ക് അത്ര എഫക്ട് ആയിട്ടില്ല. അച്ഛന് പൊക്കം ഉണ്ടായിരുന്നു, അപ്പൊ ആ ഒരു ഇതിൽ വെച്ചിട്ട് അങ്ങനെ. പക്ഷെ വീട്ടില് ഗേൾസിൽ വെച്ച് ഞാൻ തന്നെയാണ്, എനിക്ക് തന്നെയാണ് പൊക്കം. അപ്പൊ ഈ കമന്റ്സ്, നമ്മളുടെ ബോഡിയെ പറ്റി പറയുന്ന കമന്റ്സ് എത്രമാത്രം എന്നെ എഫക്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് കുറെ കഴിഞ്ഞിട്ടാ മനസ്സിലായത്. സി ദാറ്റ്സ് വൈ ഐ എം സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ് നൗ. ലൈക്ക് ഇപ്പോഴും ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ സെയിം എന്റെ ഫാമിലിയില് ഇപ്പോഴും സെയിം കമന്റ്സ് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നോടല്ല, ബിക്കോസ് എന്നോട് ഇപ്പൊ പറഞ്ഞിട്ട് വലിയ കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. ബട്ട് ഐ അല്ല, സീ ദ ഇപ്പൊ കമന്റ്സ്. എനിക്ക് നിമ്മി പറയുന്നത് വളരെ പെട്ടെന്ന് മനസ്സിലായി. കാരണം എന്താ പറയാ, ഇപ്പോഴും കൂടെ എനിക്കൊരു മെസ്സേജ് ഇട്ടതാണ്, നീ പണ്ടത്തെ പോലെയല്ല, നീ ഇപ്പൊ കുറച്ചുകൂടെ ഗ്ലാമർ വെച്ചിട്ടുണ്ടെന്ന്. എന്താണ് ഈ ഓ മൈ ഗ്ലാമറിന്റെ ഗോഡ്, അടിസ്ഥാനം നമുക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയില്ല. സി ഞാന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്നും അത്ര ഇതില്ലാതിരുന്ന ആളായിരുന്നു ഈ ജനുവരി വരെ. അപ്പൊ ഈ പാർട്ടിസിപ്പന്റ് ആയതിനു ശേഷമാണ് ഒരു സോഷ്യൽ മീഡിയ ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത്. വൈ ഡോണ്ട് ഐ യൂസ് ദിസ് പ്ലാറ്റ്ഫോം ടു സ്പീക്ക് അബൌട്ട് ഇറ്റ്, അങ്ങനെ പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പൊ എനിക്ക് തന്നെ എന്റെ കോളേജിലുണ്ടായിരുന്ന ബോയ്സ് കമന്റ് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് നീ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ, യു വർ നെവർ ഹോട്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട്. ഞാൻ വിചാരിച്ചു ഓ എന്റെ ദൈവമേ എന്നല്ലേ. അത് നമുക്ക് ഇപ്പൊ കേൾക്കുമ്പോ നമുക്ക് സത്യം പറഞ്ഞ ഒരു അരോചകമല്ലേ ഫീൽ ചെയ്യുന്നത്. കാരണം സത്യം, നമുക്ക് ഇറ്റ്സ് ഉണ്ടായിരുന്ന നോട്ട് എ ഒരു ഗുഡ് പ്ലാറ്റ്ഫോം. കമന്റ് റൈറ്റ്. അപ്പൊ നമ്മളെന്താ ലൈക്ക് നമ്മൾ ഇത്തിരി ബോൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തിരി ഇതായി നടന്നപ്പോ ദേ സ്റ്റാർട്ടഡ് നോട്ടീസിങ് യു, അല്ലെങ്കിൽ യു നെവർ എക്സിസ്റ്റഡ് യുനോ. സോ ഇപ്പോഴും എന്റെ മേ ബി കുറെ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്നെ അറിയില്ലായിരിക്കും. ആ ഒരു ഇതിലാണ് ഞാൻ കണ്ടത്. അല്ലാതെ ശരണ്യ എക്സാക്ട്ലി പറഞ്ഞ പോലെ തന്നെയാണ്. അത് അത്ര കോംപ്ലിമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബിക്കോസ് ആ സമയത്ത് എന്നോട് സംസാരിക്കണമായിരുന്നു, ഈ സമയത്തല്ല. ലൈക്ക് വെൻ ഐ എം റീച്ചിങ് സംവെയർ ഇറ്റ്സ് നോട്ട് വാട്ട് ഐ വാണ്ട് യു ടു സപ്പോർട്ട് മീ. നമ്മൾ ഒന്നും ഒരു പ്രതീക്ഷയും ഇല്ലാതെ നടക്കുന്ന സമയത്താണ് ആ സപ്പോർട്ട് എന്നുണ്ടെങ്കിൽ അത് വാല്യുബിൾ ആയിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നിമി പറഞ്ഞ വേറൊരു കാര്യം ഞാൻ പറയാം. എന്റെ ഫാമിലിയിലടക്കം എന്നെയും കളിയാക്കാറുണ്ട്. എന്റെ പല്ല് പൊങ്ങി, മോണ കാണാം. അത് നമുക്ക് ചെറുതിലെ ഭയങ്കര ഡിപ്രഷൻ അടിക്കും. അത് ഡിപ്രഷൻ അല്ല, നമുക്ക് കണ്ണാടി നോക്കാൻ പോലും പറ്റാത്തൊരു സ്റ്റേജ് വരും. കറക്റ്റ്. ഇപ്പൊ നിമ്മിക്ക് അടക്കം ഒരു കറേജ് ഉണ്ട്, എനിക്ക് അടക്കം ഒരു കറേജ് ഉണ്ട്. ആ കറേജ് വേർ വി ഗെറ്റ്, അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, അത് നമുക്കൊന്ന് പറയാം. ഓക്കെ. കറേജ് എന്ന് പറയുന്നത് അതിനു വേണ്ടിയാണല്ലോ ഞാനിപ്പോ ഇത് മൊത്തം ഇങ്ങനെ ഓവർ ആൻഡ് ഓവർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം തന്നെ അതാണ്. സി ഇറ്റ് കംസ് ഫ്രം എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് അത് ശരിക്കും നമ്മൾക്ക് ഒരാള് മതി. നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളുടെ സർക്കിളിൽ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലിയോ പോട്ടെ, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരാളും നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് യു ലുക്ക് ഗ്രേറ്റ് അല്ലെങ്കിൽ നിനക്ക് ഇത് ചെയ്യാൻ കഴിയും, അങ്ങനെ ഒരു പോസിറ്റീവ് വേർഡ് ഒരാൾ പറയാനുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ഡു വണ്ടേഴ്സ്. അതാണ് എന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ. എപ്പോഴും ഇപ്പൊ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ അമ്മ, അച്ഛൻ, ചേച്ചി, ഒരാള് കൂടെ നിന്ന് ഒന്ന് നല്ല വാക്ക് പറയാനായിട്ട് ആ കുട്ടിക്ക് ഒരു നല്ലൊരു എന്താ ഒരു സപ്പോർട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അത്രയും മതിയാവും, അത്രയും മതി. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് ഈ ടീനേജേഴ്സ് ഇപ്പോ മൊത്തം സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പൊ ഞാൻ അടക്കമുള്ള ആൾക്കാര് സോഷ്യൽ മീഡിയ, എന്റെ കോntestant തന്നെ ഞാനിങ്ങനെ എന്നെ കമ്പയർ ചെയ്യും. they look so good, they are so white, അങ്ങനെ നമ്മൾ അത് കമ്പയർ ചെയ്യും. അത് ഹ്യൂമൻ നേച്ചർ ആണ്, ഓക്കെ. പക്ഷേ അതിങ്ങനെ ചെയ്ത് ഇറങ്ങി വരൂലേ, ഇറങ്ങി വരുന്ന സമയത്ത് സ്വന്തം ഫാമിലി തന്നെ അവിടെ നിന്നിട്ട് നീ കറുത്തിരിക്കല്ലേ, നീ എവിടെ പോവാൻ, നിനക്ക് ഇതൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ ഉള്ള ഒരു മെന്റൽ ഡിപ്രഷൻ വേഴ്സസ് നമ്മളുടെ കൂടെ ഉള്ള ഒരാള് ഹേയ് ഡോണ്ട് കമ്പയർ യുവർ സെൽഫ്, അതിനെ പറ്റി ഒന്നും നോക്കണ്ട, യു ക്യാൻ ഡു ദിസ്. ആ ഒരു കമ്പയർ ചെയ്യുമ്പോൾ, ആ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു കോൺഫിഡൻസ്, അതാണ് എനിക്ക് ഇപ്പോ ഉള്ളത്.
ലൈക്ക് മൈ പാർട്ട്ണർ അല്ലെങ്കിൽ എന്റെ കിഡ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അപ്പൊ ഞാൻ ഡള്ളാവുന്ന സമയത്ത് പോലും അവര് പറയും യു ക്യാൻ ഡു ദിസ്, മമ്മി യു വിൽ കം ഫസ്റ്റ്. അങ്ങനെ അവര് കിഡ്സ് ആയാലും ശരി പാർട്ട്ണർ ആയാലും ശരി ആ സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ഉണ്ടായില്ല. അപ്പൊ അത് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിമ്മി ഇവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചു, അത് കഴിഞ്ഞ് കോയമ്പത്തൂരിലേക്ക്, +2 കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു കോയമ്പത്തൂരിലേക്ക് +2 പോയത്. കഴിഞ്ഞിട്ട്. അതെ. കോയമ്പത്തൂരിലേക്ക് ആ ഈ പറഞ്ഞ എല്ലാ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അവിടെ നിമ്മി ഒരു ആയുധം വരും. നിമ്മിയുടെ ആയുധം എന്ന് പറയുന്നത് പഠനമായിരുന്നു. അതെ. ഇതിനെയൊക്കെ തരണം ചെയ്ത് ഈ പഠനം വെച്ചായിരുന്നു. ഇല്ലില്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ലാസ്റ്റ് റിസോർട്ട് ആയിരുന്നു. ലൈക്ക് എന്താ പറയാ, പഠിച്ചില്ലെങ്കിൽ ഇതും കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു സ്ഥിതി ആയപ്പോഴാണ് എനിക്കൊരു ജോബ് കിട്ടി, ഞാൻ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയില്ലെന്നുണ്ടെങ്കിൽ എന്റെ ലൈഫ് എങ്ങനെ രീതിയിൽ പോകുമെന്ന് എനിക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. ബിക്കോസ് എന്നോട് പറഞ്ഞിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ അത്ര ഭംഗിയില്ല, കറുത്തിരിക്കാണ്, മെലിഞ്ഞിരിക്കുകയാണ്, നിന്നെ കെട്ടിക്കാൻ എവിടെ നിന്ന് ഞാൻ ആളെ കൊണ്ടുവരും എന്നുള്ള സ്ഥിതിയിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പഠിത്തവും കൂടെ ഇല്ലെങ്കിൽ, പണ്ടൊക്കെ പറയില്ലേ 10ാം ക്ലാസ്സും കുസ്തിയായിരുന്നെങ്കിൽ ഞാൻ എവിടെ പോയി ഒരു നല്ലൊരു മാരേജ്. നമ്മളപ്പോ ആ സമയത്ത് ഇതൊക്കെയല്ലേ ചിന്തിക്കുന്നത്, ലൈക്ക് എനിക്കൊരു ജോലിയും കൂടി ഇല്ലെങ്കിൽ എന്റെ ലൈഫ് എന്താവും എന്നുള്ളൊരു സ്ഥിതിയിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഞാൻ പഠിക്കാനായിട്ട് തീരുമാനിച്ചത്. ഈ പറയുന്ന ആരോപണങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കണം, അത് അവരെ അതെ. തന്നെ പറയിപ്പിക്കണം എന്നുള്ളൊരു പക്ഷെ അത് നിമ്മിയെ നന്നായിട്ട് ചെയ്തു. അതുകൊണ്ടാണ് നിമ്മി ഇന്ന് ടോപ്പ് പൊസിഷൻ. നിമ്മിയുടെ ജോലി എന്താണെന്ന് പറഞ്ഞു. ഞാനിപ്പോ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലാണ്. ലാസ്റ്റ് 9 വർഷമായിട്ട് ഇവിടെ നെതർലൻഡ്സ് ബേസ്ഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് 2.5 years ആയിട്ട് ഞാൻ കാർബൺ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ സമൂഹത്തിന് ഏറ്റവും ഇപ്പോഴത്തെ ഏറ്റവും ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച്, അതെങ്ങനെ അഡ്രസ് ചെയ്യാം, അതെങ്ങനെ കാർബൺ ഫുട് പ്രിന്റ് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ചോദിക്കാനുള്ളൊരു കാരണം, ആ നമ്മളുടെ അവഗണനയുണ്ടല്ലോ, മറ്റേ നമ്മുടെ ഒരു മലയാളത്തിലൊരു പടമുണ്ട്, ഇൻസൾട്ട് ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ക്യാരി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. നിമ്മി ഇൻവെസ്റ്റ് ആണ്. എന്റെയും മറുപടി അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് നമ്മൾ നോർമൽ ഒരു TV മേഖല അല്ലെങ്കിൽ യൂട്യൂബ് പോലെടുത്ത് മറ്റൊരു ഫിഗർ അല്ല നമ്മളെങ്കിൽ കൂടിയും നമ്മൾ എന്താ പറയാ ഫൈറ്റ് ചെയ്ത് കയറി വന്നു. നിമ്മി ഒരു കാര്യം ഞാൻ പറയാം, നിമ്മിയെ കണ്ട 3 കുട്ടികളുടെ അമ്മയെന്ന് പറയില്ല. ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് പോർച്ചുഗീസ് ബേസ്ഡ് ആണ്, ഹാഫ് പോർച്ചുഗീസ് ഹാഫ് ബ്രിട്ടീഷ് അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഇവിടെ തന്നെ ഞങ്ങൾ സെറ്റിൽഡ് ആണ്. 3 കുട്ടികളുണ്ട്. ഫസ്റ്റ് ബോയ് ആണ്. ഇപ്പൊ ഒരു ബോയും 2 ഗേൾസും ഉണ്ട്. അവര് 14, 11 and 6 അതാണ് അവരുടെ ഏജ്. 14, 11, 6. ഇപ്പഴേ അച്ഛനും അമ്മയും അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണെന്ന് പറയുന്നത് പ്രൗഡാണ്. Yes, I am proud. I am proud of my roots. ചെറായി ഞാൻ വളർന്നു വന്ന സമയത്ത് അവിടെ ഒരു എയർപോർട്ട് ഇല്ല, കൊച്ചിയിലെ എയർപോർട്ട് ഇല്ല. ആ സമയത്ത് ചെറായി എന്ന് പറയുമ്പോ, ആ ബീച്ച് എന്ന് പറയുമ്പോ എന്റെ സ്വന്തം ബീച്ച് ആയിരുന്നാണ് എന്റെ വിചാരം. അപ്പൊ അച്ഛൻ പല ജോലികളും ചെയ്തിട്ടുണ്ട്. പണ്ട് കുറെ നാള് ഞാനൊക്കെ ജനിക്കുന്ന ആ സമയത്ത് I think ഗൾഫിലായിരുന്നു കുറച്ച് ആള്. ടിപ്പിക്കൽ നമ്മളുടെ കേരളത്തിൽ കാണുന്ന അതേപോലെ തന്നെ വന്നു. പിന്നെ എന്താ പറയാ, ചീന വല ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ ചെറിയ ചെറിയ പല ബിസിനസ്സും അതും അടക്കില്ലെങ്കിൽ അടുത്തയിലോട്ട് അങ്ങനെ പോയി വന്ന ആള് തന്നെയാണ്. പക്ഷെ പഠിത്തത്തെ ഭയങ്കരമായിട്ട് സ്പോൺസർ ചെയ്തായിരുന്നു അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചാലേ വല്ല ഗുണം ഉണ്ടാവുള്ളൂ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെനിക്ക് ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ റൂട്ട്. സോ എന്റെ പിള്ളേരെ വരെ ഞാൻ കൊണ്ടുവന്നിട്ട് ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, എന്റെ ഹസ്ബൻഡ് എല്ലാവരെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ റിയലി സർപ്രൈസ് റൈറ്റ്. ഇങ്ങനെ പഠിച്ചാലും അവർക്ക് ഇപ്പൊ കിട്ടുന്ന എന്താ പറയുന്നത്, സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും യു ക്യാൻ ഡു സംതിങ് ഇൻ യുവർ ഓൺ. നമ്മുടെ ഓൺ കപ്പാസിറ്റി കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് I think of it as a proud thing. മത്സരത്തിന് പോയപ്പോ പെട്ടെന്നൊരു ഇത് കണ്ടിട്ട് അയച്ചതാണ്, അല്ലെങ്കിൽ എന്താ പറയാ എന്നെ എടുക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നും അയക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എങ്ങനെയാ വന്നത്? ശരണ്യ, ശരണ്യ പറഞ്ഞ പോലെ എനിക്ക് ഇതിലൊക്കെ ആഗ്രഹമുണ്ട്. ബട്ട് നമ്മളോട് പറഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫെയർ ആൻഡ് ലവ്ലി ഗേൾ അല്ലല്ലോ. അപ്പൊ ആ ഒരു ഇതിൽ വെച്ച് നമുക്കൊരു സിനിമയോ മോഡലോ ഒന്നും ചെയ്യാൻ കഴിയില്ല.
ബിക്കോസ് ഞാൻ എന്റെ ഒരു ഇതില് എന്നെ ആരും എടുക്കില്ല എന്നാണ്. അത് ചിലപ്പോ ഇപ്പോഴും സത്യമായിരിക്കും കേട്ടോ. ഇപ്പോഴും ഞാൻ ചില പോസ്റ്റ് ഒക്കെ കാണുമ്പോ ഫെയർ സ്കിൻ നീഡഡ്, ലൈക്ക് നോട്ട് മാരീഡ്, അല്ലെങ്കിൽ ഏജ് റെസ്ട്രിക്ഷൻ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഒക്കെ കാണുന്നത്. അപ്പൊ ചിലപ്പോ ഇപ്പോഴും അതിലേക്കൊന്നും എനിക്ക് കടക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ യുനോ ഇത് ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ലുക്ക്, എനിക്കിപ്പോ ഒരു നല്ല ഫാമിലി ലൈഫ് ഉണ്ട്, നല്ല പ്രൊഫഷണൽ ലൈഫ് ഉണ്ട്. സോ വൈ ഡോണ്ട് ഐ ട്രൈ? നമുക്ക് ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ഞാൻ എന്റെ സൈഡിൽ നിന്ന് ട്രൈ ചെയ്തു. അതായിരുന്നു എനിക്ക് കൂടുതലും വേണ്ടത്. ആൻഡ് ദെൻ കിട്ടിയപ്പോ യെസ് ദെൻ എനിക്ക് ഇതുണ്ട്. ഞാൻ എല്ലാവരെയും നോക്കിയപ്പോഴത്തേക്കും കമ്പയർ ചെയ്തപ്പോഴത്തേക്കും ലൈക്ക് അവരൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ, നമ്മളുടെ ഒരു സുന്ദരിയായ ആളുകളില്ലേ, ആ ഒരു ഇതില് വന്നു. ബട്ട് ദെൻ ഐ തിങ്ക് എന്റെ അഗൈൻ ആ സപ്പോർട്ട്, എന്റെ വീട്ടിലെ സപ്പോർട്ട് അല്ലെങ്കിൽ എന്റെ ഫാമിലിയിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ട്, ലൈക്ക് ഇഫ് യു തിങ്ക് യു ക്യാൻ ഡു ഇറ്റ്, ഗോ ഫോർ ഇറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു സപ്പോർട്ട് വന്ന മതി ആള് അത് മതി. മതി, നമ്മൾ റൈറ്റ്? ജയോ തോൽവി ഒന്നും അല്ല, കൂടെ എക്സാക്ട്ലി. ഉണ്ടാവുക അതെ, എന്നുള്ളത്. അതെ. ജയിക്കാനും കൂടെ അല്ല ലൈക്ക് പറയുന്നത്, ലൈക്ക് പാർട്ടിസിപ്പേറ്റ്. നിനക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ പോയി ചെയ്യ് എന്ന് പറഞ്ഞിട്ട് തരുന്ന ആ ഒരു കംഫർട്ട് ആണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല, ഇപ്പോ ഫുൾ ബിസിയാണ് ഞാൻ. ലൈക്ക് സാറ്റർഡേ സൺഡേ എനിക്ക് ഗ്രൂമിങ് സെഷൻ, ഇതിന് പ്രാക്ടീസസ് കുറെ ഉണ്ട്. അപ്പൊ അത് ചെയ്യണം. പിന്നെ ഫുൾ ടൈം ഞാൻ വർക്കിങ്ങിലാണ്. പിന്നെ പിള്ളേരും ഉണ്ട്, 3 ഉണ്ട്. ഇപ്പം എത്രാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നത്? ഫൈനൽ സ്റ്റേജിലേക്ക് സെമി ആണോ Yeah. കഴിഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ്? അതെ. ഇനി ഇതില് വേറെ ഒരു എവിക്ഷനോ അങ്ങനെ ഒന്നുമില്ല. മെയ് 1 തുടങ്ങി 6 വരെയാണ് ഫിനാലെ എന്ന് പറഞ്ഞിട്ട് ദുബായിലാണ്. അപ്പൊ ഈ 23,000 പേര് ഇന്റർവ്യൂ ചെയ്തതില് 100 പേര് ഇവര് ഫൈനലിസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് പല ഫോട്ടോഷൂട്ട്, നമുക്ക് തീംസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ഡേയ്സിൽ ഡിഫറെന്റ് തീംസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോ ലൈക്ക് 5 ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടാണ് അവര് ടോപ്പ് 25 ദെൻ ടോപ്പ് 5 അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. ലൈക്ക് ഇതിൽ വേറെ ഒന്നുമില്ല. ഇനി അവിടെ ചെന്നിട്ടുള്ള ഫോട്ടോഷൂട്ട്, ഇന്റർവ്യൂസ്, Q&A ഒക്കെ കഴിയുമ്പോ നമുക്ക് നോക്കാം. ഓക്കെ, നിമിക്കൊരു സ്പേസ് അവിടെ ഉണ്ടാവും സംസാരിക്കാൻ. അപ്പോൾ സ്പേസിൽ സംസാരിക്കുമെങ്കിൽ നിമി പെട്ടെന്ന് ഒരു കാര്യം പറയുമായിരിക്കും, എന്തായിരിക്കും? സ്റ്റീരിയോടൈപ്സ്, ബോഡി ഷേമിംഗ് ആൻഡ് ബ്രേക്കിംഗ് ദി സ്റ്റീരിയോടൈപ്സ്. എത്രമാത്രം സ്റ്റീരിയോടൈപ്സിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളതാണെന്ന് ഇപ്പൊ ഐ തിങ്ക് ലോട്ട് ഓഫ് പീപ്പിൾ നോ. അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്നത് അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടായിരിക്കും. സോ ദാറ്റ്സ് വാട്ട് ഐ ആം ഗോയിങ് ടു ടോക്ക്. ഓക്കെ, എന്താ പറയാ, ഭയങ്കര സന്തോഷം. നിമി പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും മാറാനുണ്ട്, നമ്മുടെ ആളുകൾ മാറാനുണ്ട്, നമുക്ക് ചുറ്റുമുള്ളവർ മാറാനുണ്ട്. ഇപ്പോഴും ഒരു കൺവെൻഷണൽ തോട്ടാണ് എല്ലാവർക്കും ഉള്ളത്. അതായത് ഇന്ന ഇന്ന ആളുകളെ ഫെയർ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ, അവർക്ക് ഇന്നതൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനെയൊക്കെ മറികടന്നത് 2 കാര്യമാണ്. ഒന്ന് എഡ്യൂക്കേഷൻ. അത് എനിക്ക് നിമ്മിയോടും കൂടെ, നിമ്മിക്കൊരു ചാൻസ് ഇടുമ്പോൾ പറയുക, ഗേൾസിന് മസ്റ്റ് ആയിട്ട് വേണ്ടത് എഡ്യൂക്കേഷൻ, അതെ, കോൺഫിഡൻസ്, അല്ലേ? യെസ്, അബ്സല്യൂട്ട്ലി. നമുക്ക് സ്വന്തമായിട്ട് ഒരു എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു, നമ്മൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അത് ആ എഡ്യൂക്കേഷൻ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരും. ലൈക്ക് നമ്മള് അവര് പറയണ കേട്ടിട്ട് അങ്ങനെ ചെയ്യണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട. ഐ ഹാവ് മൈ ഓൺ കോൺഫിഡൻസ്. ആ എഡ്യൂക്കേഷൻ തന്നെ അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിട്ട് വരും. സോ യെസ്. ഇപ്പൊ ഈ ഒരു ഇതിലേക്ക് എത്തപ്പെട്ട് 100 പേര് തെരഞ്ഞെടുത്തു. അപ്പം അറിഞ്ഞു കഴിഞ്ഞപ്പോ പണ്ടത്തെ കുറെ കാര്യങ്ങളൊക്കെ ഓർത്ത് കരഞ്ഞോ? I was the same. I was hiding. Like ഞാൻ ഇല്ലാന്ന് പറയാൻ, ഞാൻ ഇനി വരില്ല എന്ന് പറയാൻ കൂടെ ആലോചിച്ച ആളാണ് ഞാൻ. ബിക്കോസ് നമുക്ക് അതിങ്ങനെ വരും, നമ്മുടെ മനസ്സിലിങ്ങനെ തിരിച്ചു വരും, റൈറ്റ്? ബിക്കോസ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയണേ, നാട്ടിൽ നിന്ന് അങ്ങനെ പോന്നു കഴിഞ്ഞ പിന്നെ എന്റെ ലൈഫ് ഇവിടെ kind of സെറ്റ് ആയെങ്കിലും I never wanted to go back. Like ഇത് ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. എന്നുവെച്ചാൽ നാട്ടിൽ ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ ഫാമിലിയിലൊക്കെ, ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എന്റെ ഷോൾഡേഴ്സ് ഒക്കെ ഇങ്ങനെ ആവും. ലൈക്ക് കോൺസ്റ്റന്റ്ലി ഞാൻ ആലോചിക്കണം, അവരെന്താ പറയണേ, ഇവരെന്താ പറയണേ, അങ്ങനെ ആലോചിച്ചിട്ട് നാട്ടിലേക്ക് വരുന്നത്. അത് സെയിം ടൈം ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കും എന്റെ ബ്രോഡ് ഷോൾഡർ, ലൈക്ക് ഐ എം ലുക്കിംഗ് സ്ട്രെയിറ്റ്, ഐ എം ഫേസിങ് പീപ്പിൾ, അങ്ങനെയൊക്കെ വെച്ച് എന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, കോൺഫിഡൻസ് എല്ലാമേ മാറുവാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഇതൊരു ആക്ച്വലി ഒരു ചാൻസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്താണ്. പക്ഷെ ശരണ്യ പറയുന്നത് ഞാൻ പേടിച്ചിട്ട് അയ്യോ ഞാനില്ല, അയ്യോ ഇതെങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിച്ചേക്ക ഹൈഡ് ചെയ്യാൻ പോയ ദിവസങ്ങളും ഉണ്ട്. വളരെയധികം സന്തോഷവും നിമ്മിയായിട്ട് ഇങ്ങനെ നിമിക്ക് എന്തെങ്കിലും ഞങ്ങളുടെ പ്രേക്ഷകരോടോ നമ്മുടെ വളർന്നു വരുന്ന ആളുകളോടോ, ഇതൊക്കെ ബോഡി ഷേമിങ്ങും ഒക്കെ അനുഭവിക്കുന്ന അവർക്ക്, നമ്മുടെ മുഖത്ത് കുഞ്ഞു പൊട്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു ഒരു കറുത്ത പൊട്ട് വന്നാൽ, ഒരു സൺബേൺ അടിച്ചാലൊക്കെ ടെൻഷൻ അടിക്കുന്ന കുട്ടികളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്?
ഞാൻ പറഞ്ഞത് തന്നെയാണ് ഓൾറെഡി പറയാനുള്ളത്. എല്ലാവരും ഒരു യുണീക്ക് ബ്യൂട്ടി ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് അതുണ്ടെങ്കിൽ യു ക്യാൻ ഡു എനിത്തിങ് യു വാണ്ട്. യുനോ എന്താ പറയാ, ആരും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാനും ഉണ്ടാവില്ല. നിങ്ങളുടെ ഹാർഡ് വർക്ക് വിൽ പേ ഓഫ്. സോ ഈ സൊസൈറ്റൽ നോംസ്, സൊസൈറ്റൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ബിലീവ് ഇൻ യുവർ സെൽഫ്. And if you want to talk to somebody, find that one person അല്ലേ, ലൈക്ക് ഇപ്പൊ ഇയാള് കൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ find that some person and approach them. Openly talk about it. And ഞാൻ തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് എന്നെക്കാളും കൂടുതൽ ഫേസ് ചെയ്ത ആൾക്കാര് എന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഡു ദാറ്റ്. നൗ ഇപ്പോഴത്തെ ഒരു ഏജിൽ നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട്, ഇത്രയും എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എവിടെ വേണമല്ലോ, ലൈക്ക് യു ക്യാൻ ഇവൻ ടോക്ക് ടു മീ. ഐ എം ഹാപ്പി ടു ബി അവൈലബിൾ ദർ ഫോർ യു. സോ പ്ലീസ് യൂസ് ദാറ്റ്. ദാറ്റ്സ് മൈ മെസ്സേജ്. ഓക്കെ, താങ്ക് യു നിമ്മി. ആൻഡ് എന്താ പറയാ, ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, പെൺകുട്ടികൾ അല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ, എഡ്യൂക്കേഷൻ ഒരു വലിയ കീ ആണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ആരെന്തും പറഞ്ഞോട്ടല്ലോ, മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്ന തരത്തിൽ എന്ത് പറഞ്ഞാലും നെവർ മൈൻഡ്, ഈ കോൺഫിഡൻസ്. അതാണ് അതിന് വലിയ ഉദാഹരണമാണ് നിമ്മി. നിമ്മിയുടെ സംസാരിക്കുന്ന കഴിഞ്ഞാൽ വളരെ സന്തോഷം. താങ്ക് യു. Thank you so much, Saranya. Thank you for the opportunity. Thank you.